ഇലക്ട്രിക് ബസ്സുകൾ വൻ സാമ്പത്തിക നഷ്ടമെന്നും ഇനി കെഎസ്ആർടിസി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുകയില്ല എന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തുകയും അനധികൃത ആംബുലൻസുകൾ നിർത്തലാക്കുകയും ചെയ്യും. കെഎസ്ആർടിസിയുടെ പർച്ചേസിംഗും അക്കൌണ്ടിംഗും ബില്ലിംഗും ഉൾപ്പെടെ ഒറ്റ സോഫ്റ്റ്വെയറിന് കീഴിലാക്കും. ശമ്പളം 10-ാം തീയതിക്കുള്ളിൽ നൽകാനായി പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെഎസ്ആർടിസി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ആദ്യ ചർച്ചയിൽ ചെലവ് ചുരുക്കുകയും വരുമാന ചോർച്ച തടയുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് ഉയർന്നത്. കെഎസ്ആർടിസിയുടെ അക്കൌണ്ടിംഗ്, പർച്ചേസിംഗ്, ബില്ലിംഗ് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഒറ്റ സോഫ്റ്റ്വെയറിന് കീഴിലാക്കും. ഇതിലൂടെ വരുമാന ചോർച്ചയും അഴിമതിയും തടയാനാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നത് നിർത്തലാക്കും. 1 കോടിയിലേറെ ചെലവിട്ട് വാങ്ങിയ സിറ്റി സർക്കുലർ ബസ്സുകൾ പലതും നഷ്ടത്തിലാണ്. ഇത് ഒരു കാര്യം ആലോചിക്കണം. ഇത് 10 രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ഡീസൽ അടിച്ച് 2.5-3 കിലോമീറ്റർ മാത്രം കിട്ടുന്ന 15 വയസ്സായ പഴയ KSRTC ബസ് പുറകെ പോകുന്നുണ്ട്. അത് വേറൊരു റേറ്റാണ്. അതിന് ഈ 10 രൂപയുടെ റേറ്റല്ല. അതിൻ്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും വയറ്റത്തടിച്ചു, ആട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചു. ശമ്പളം ഏറെ വൈകുന്നതും ഗഡുക്കളായി നൽകുന്നതും അവസാനിപ്പിച്ച് ഒറ്റത്തവണയാക്കി 10-ാം തീയതിക്ക് മുമ്പെങ്കിലും നൽകാനാണ് ആലോചിക്കുന്നത്. ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തുകയും അനധികൃതമായി ഓടുന്നവ തടയുകയും ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തും. ആംബുലൻസുകൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും. മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അലാറം അടിച്ചു പോകാൻ പാടില്ല. വേഗത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ആംബുലൻസ് ഓടിച്ചു പോകാൻ പാടില്ല. പുതിയ മന്ത്രിയുമായി നടത്തിയ ആദ്യ ചർച്ചയിൽ യൂണിയൻ പ്രതിനിധികളും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എല്ലാ മാസവും 5-ാം തീയതിക്കകം ഒറ്റഗഡുവായി നൽകണമെന്ന ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും അനുകൂലമായ നിലപാട് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മന്ത്രി ഉറപ്പു നൽകുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ പലതും അത് KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്ന് മന്ത്രിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3 മാസത്തിനകം ശമ്പളം കൃത്യമായി എല്ലാ മാസവും ഒറ്റത്തവണയായി നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതിനെ ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.